കൊച്ചിയിലേക്ക് പോകണം. ഒരു പക്ഷേ നിലവിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത് കൊച്ചിക്കാരാണ്. മഴ എന്ന് പറയുമ്പോൾ കൊച്ചി വെള്ളത്തിലാകുന്ന സാഹചര്യമാണ്. അജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജ്ഞ, നമുക്ക് ഇന്നലെ രാത്രിത്തെ ഒരു സാഹചര്യം വളരെ ഭയാനകമായ ഒരു സാഹചര്യമാണ്. അത്രമാത്രം വെള്ളമായിരുന്നു, വെള്ളത്തിലാണ് കൊച്ചി എന്ന് തന്നെ നമുക്ക് പറയാം. അത്രമാത്രം വെള്ളത്തിൽ ആളുകൾ ഒരു വാഹനത്തിന് പോലും കടന്നു പോകാൻ സാധിക്കാത്ത വിധത്തിൽ നഗരം മുഴുവൻ വെള്ളത്തിലാകുന്ന സാഹചര്യം. എന്താണ്, വെള്ളമൊക്കെ ഇറങ്ങിയോ, ഇപ്പോൾ മഴയുണ്ടോ, എന്താണ് പശ്ചാത്തലം? ഭവ്യ, അപ്പോൾ ഇന്നലെ രാത്രി ഒരു 4 മണിക്കൂർ, അതായത് വൈകുന്നേരം 4 മണി മുതൽ ഒരു 8 മണി വരെയുള്ള സമയത്ത് മഴ നിർത്താതെ അതിതീവ്ര മഴയായിരുന്നു ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് കൊച്ചിയിൽ രൂക്ഷമായിരുന്നു. പലയിടങ്ങളിലും കൊച്ചിയുടെ താഴ്ന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ, താഴ്ന്ന ഭാഗങ്ങൾ മാത്രമല്ല പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം ഇന്നലെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗതാഗതം അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഏതാണ്ട് വെള്ളം ഇറങ്ങിയ മട്ടുണ്ട്. ശരിക്കും ഇന്ന് മഴയുടെ ഒരു തീവ്രതയും രാവിലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ തീവ്രത കുറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊച്ചിയുള്ളത്. പക്ഷേ ഈ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികളൊന്നും കാര്യമായി നടക്കാത്തൊരു സാഹചര്യം കൂടി കൊച്ചിയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാലിന്യം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഓടകളിലൊക്കെ വെള്ളം നിറഞ്ഞ റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ അതിതീവ്രമായ ഒരു സാഹചര്യം തന്നെ ആയിരുന്നു ഇന്നലെ മുതൽ കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പോൾ വലിയൊരു വെള്ളക്കെട്ടോ അതല്ലെങ്കിൽ വലിയൊരു ഗതാഗത കുരുക്കോ ഒന്നും കാണാനില്ല. ഉള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രധാനമായും ഉള്ള റോഡുകളിലൊക്കെ അതിനൊരു സാധ്യതയില്ല. വാഹനങ്ങളൊക്കെ അത്യാവശ്യം സ്മൂത്തായി തന്നെയാണ് പോകുന്നത്. പക്ഷേ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയോ എന്നൊരു സാഹചര്യം ഇപ്പോഴും ഇല്ല. പക്ഷെ വെള്ളം ഏകദേശമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പല വീടുകളിലും ഇപ്പോൾ കളമശ്ശേരി ഭാഗത്തൊക്കെ ആണെങ്കിൽ മൂലത്തറയിൽ 10-20 വീടുകളിലോ വെള്ളം കയറിയിട്ടുണ്ട്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ പ്രശ്നങ്ങൾ, പിന്നെ ശരിക്കും റോഡിലെ കുഴികൾ കാണാൻ പറ്റാത്തത്, ആ ഒരു സാഹചര്യം കൂടുതലും ഈ കൊച്ചി നഗരത്തിൽ ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പേരിലൊക്കെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പദ്ധതികളൊക്കെ സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ചേർന്നൊക്കെ നടപ്പിലാക്കിയിരുന്നു. പക്ഷെ അതൊന്നും ഫലവത്തായില്ല എന്നാണോ ഇപ്പോഴും കൊച്ചിയെ വെള്ളത്തിലാക്കുന്ന വെള്ളക്കെട്ട് സൂചിപ്പിക്കുന്നത്? അതന്നെയാണല്ലോ ഞാൻ സൂചിപ്പിച്ചിരുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടന്നിട്ടില്ല. അതിന്റെ ഭാഗമായി ഉണ്ടായ വെള്ളക്കെട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നേരത്തെ മുതലേ ഉണ്ടെങ്കിൽ പോലും ഇത്രയും തീവ്രമായി ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു തരം മാലിന്യ നീക്കങ്ങളോ അതല്ലെങ്കിൽ ഓട ശുചീകരണമോ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അതിനെപ്പറ്റി നേരത്തെ ഒരു 2 ആഴ്ച മുൻപേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നമുക്ക് വാർത്താ സമ്മേളനം വിളിച്ച ശേഷം നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് ഉടനെ അധികം താമസിയാതെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അത് അറിയിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥാപനത്തിന് 30,000 രൂപ വീതം എന്നുള്ള തരത്തിൽ സർക്കാർ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ അവർ തന്നെ അത് മാനേജ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇതൊന്നും നടന്നു കണ്ടില്ല. മാത്രമല്ല ഇവിടെ കൊച്ചി നമ്മുടെ നാട്ടുമ്പുറത്തെ പോലെയല്ല, അല്ലെങ്കിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള സാഹചര്യങ്ങളൊന്നും കൊച്ചിയിലില്ല. അപ്പോൾ എല്ലാ വീടുകളിലും മാലിന്യം കളക്ട് ചെയ്തേ പറ്റുള്ളൂ, അത് ശേഖരിച്ചേ പറ്റുള്ളൂ, അത് സംസ്കരിച്ചേ പറ്റുള്ളൂ. ആ സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടും പലയിടത്തും മാലിന്യം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നമുക്ക് കാണാം. ഇന്നലെ റോഡിലേക്ക് വന്നപ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ച സാഹചര്യമാണ്. ഈ അഴുക്കുകളെല്ലാം, ഈ മാലിന്യങ്ങളെല്ലാം, ഭക്ഷ്യമാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെല്ലാം റോഡിലേക്ക് ഒഴുകി വരുന്നു. അത് തന്നെയാണ് അജ്ഞ സൂചിപ്പിക്കുന്നത് പോലെ ഈ കാനകളിൽ നിന്നുള്ള അഴുക്കുജലം അടക്കം നഗരത്തിൽ എത്തുന്നു അല്ലെങ്കിൽ നഗരത്തിലൂടെ ഒഴുകി നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആരോഗ്യ പ്രശ്നത്തിനടക്കം വഴിവെക്കുന്നു, അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നുള്ള ആശങ്കയടക്കം ഇപ്പോൾ കൊച്ചിക്കാർക്ക് ഉണ്ടാകും അല്ലേ?
അതെ അതെ ഭവ്യ, കാരണം ഇപ്പം നമ്മൾ വേങ്ങൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നു, പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നു, ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. 200-ലധികം ആളുകളാണ് വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലുള്ളത്. അതുപോലെ കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്ത ബാധയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ബി എന്നീ 2 കാറ്റഗറിയിലുള്ള മഞ്ഞപ്പിത്തം ഇവിടെ കണ്ടു, അതായത് റെക്കഗ്നൈസ് ചെയ്തൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പകർച്ചവ്യാധി വ്യാപകമായിരിക്കുന്ന വെള്ളത്തിലൂടെ, പ്രത്യേകിച്ചും വെള്ളത്തിലൂടെ പകർന്നതാണ് വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത ബാധയെന്ന് വ്യക്തമായതോടെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആളുകൾ അത്യാവശ്യം ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇരുചക്ര വാഹനക്കാരായാലും കാൽനടക്കാരായാലും ഈ വെള്ളത്തിലൂടെ ചവിട്ടി വേണം അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ. അപ്പോൾ ഹെവി ട്രാഫിക് ആകുമ്പോൾ ഇരുചക്ര വാഹനക്കാർക്ക് വെള്ളത്തിൽ കാല് ചവിട്ടാതെ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പകർച്ചവ്യാധികൾ അങ്ങേയറ്റം രൂക്ഷമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മാലിന്യ സംസ്കരണം നടത്താത്തതിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തത് കുറെ കൂടി, കൊച്ചിയിൽ വെള്ളക്കെട്ടില്ല എന്നല്ല, കൊച്ചിയുടെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പനുസരിച്ച് കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പല ഇടങ്ങളുമുണ്ട്. പക്ഷേ നഗരത്തിൽ ഉൾപ്പെടെ പ്രധാന റോഡുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം കെട്ടി നിൽക്കുന്നത് 3 മണിക്കൂറത്തെ ഒരു മഴയെ കൊണ്ട് തന്നെ, അത് ആദ്യത്തെ മഴയാണിത്. മഴക്കാലം, അതായത് മൺസൂൺ തുടങ്ങുന്നതേ ഉള്ളൂ. അതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലേക്ക് തീർച്ചയായും അതാണ് സാഹചര്യം. മഴ തുടങ്ങുന്നതേ ഉള്ളൂ. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ തന്നെ കൊച്ചി വെള്ളത്തിലാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.